ഹലോ ഗായ്സ്, ഇനി നമ്മളുള്ളത് തേവരയിലുള്ള ലെൻസ് കാർട്ടിലാണ് കേട്ടോ. അപ്പോൾ എനിക്കും ഏഞ്ചലിനും കണ്ണിന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഫുൾ ടൈം സ്ക്രീൻ നോക്കിയിരിക്കുന്നത് കൊണ്ട് തലവേദന വരാൻ തുടങ്ങി. കണ്ണൊക്കെ ഭയങ്കര ടയേർഡാണ്. കണ്ണിന്ന് രാവിലെ കഴിക്കുമ്പോൾ കണ്ണിന്ന് പഴുപ്പ് വരുന്ന പോലത്തെ അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്രീൻ ഗ്ലാസ്സസ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഐ ടെസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെയാണ് കേട്ടോ ആദ്യം ടെസ്റ്റ് ചെയ്തേ. അപ്പം ഈ ഇരിക്കുന്ന കുട്ടിയുടെ പേര് അനഘ എന്നാണ് കേട്ടോ. അനഘ നല്ല കമ്പനിയാണ്, നല്ല സർവീസാണ് കേട്ടോ അവരുടെ. നമ്മൾ ഭയങ്കര കംഫർട്ടായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ എൻ്റെ ടെസ്റ്റിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ നമ്മുടെ കണ്ണിന് പവർ ഉണ്ടോ, പവർ ഗ്ലാസ് ആണോ വേണ്ടത്, എങ്ങനെയൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ ലെൻസ് വെച്ചിട്ട് നമ്മളോട് ആ സ്ക്രീനിൽ കാണുന്ന ലെറ്റേഴ്സൊക്കെ വായിക്കാൻ പറയും. അങ്ങനെയായിരുന്നു കേട്ടോ ഓരോ ടെസ്റ്റിങ്ങൊക്കെ. അപ്പം എൻ്റെ ടെസ്റ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ സ്ക്രീൻ ഗ്ലാസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അടുത്തത് എൻ്റെ കഴിഞ്ഞിട്ട് ഏഞ്ചലിൻ്റെ ആയിരുന്നു കേട്ടോ. ഏഞ്ചലിന് കണ്ണിന് എന്തോ ചെറിയ പ്രശ്നമുണ്ട്. വലിയ സീനൊന്നുമില്ല, എന്നാലും കുറച്ച് പവർ വേണ്ടി വരും. അപ്പം അവളുടെ അടുത്ത് അവർ ഹോസ്പിറ്റലിൽ കൂടെ കാണിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നല്ല സർവീസാണ് കേട്ടോ ഇവരുടെ. അവരാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമ്മളുടെ അടുത്ത്. നമുക്ക് വേറെ ടെൻഷൻ അങ്ങനെയൊന്നുമില്ല. നമ്മൾ കൂളായിട്ടിരിക്കും, ഭയങ്കര കംഫർട്ടാണ്. ഇത് അനഘക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അനഘ നമ്മളെ കാണിച്ചു തന്നാണ് കേട്ടോ. ഇതാണ് കേട്ടോ അനഘ. പുള്ളിക്കാരി അടിപൊളിയാണ്, നല്ല അടിപൊളി സർവീസാണ് കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അപ്പോൾ നമുക്ക് വേണ്ട കണ്ണാടിയൊക്കെ കാണിച്ചു തരായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റിയ സ്ക്രീൻ ഗ്ലാസ്സസ് ആണ് ഇവർ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു കണ്ണാടിയാണ്, ഈ ഒരു ഹെക്സഗൺ ആണെന്ന് തോന്നുന്നു. ഈ ഒരു ഷേപ്പിലെ കണ്ണാടിയാണ് ഏഞ്ചൽ എടുത്തത്. അവൾക്കത് നല്ല രസമുണ്ടായിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടിരുന്നു. പുള്ളിക്കാരിക്കും അത് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്നാലും ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഷേപ്പാണോ എനിക്ക് നല്ലത്, അല്ലെങ്കിൽ ഹെക്സഗൺ ഷേപ്പാണോ നല്ലതെന്ന് എനിക്കറിയില്ല. ആദ്യം എടുത്തത് കാറ്റൈ ആയിരുന്നു കേട്ടോ. ഇതൊരു ഹെക്സഗൺ ഷേപ്പിലുള്ളതാണ്. അപ്പോൾ ഏതാ എനിക്ക് ചേരുന്നതെന്ന് എനിക്ക് അവിടെ വെച്ച് നോക്കിയിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവർ പറഞ്ഞു കാറ്റൈ തന്നെയാണ് എനിക്ക് നല്ലതെന്ന്. അങ്ങനെ ഞാൻ പിന്നെയും അത് തന്നെ എടുത്തു. പിന്നെ ലാസ്റ്റ് ഞാൻ സെലക്ട് ചെയ്തതും ആ കാറ്റൈ തന്നെയായിരുന്നു കേട്ടോ. കുറേ നേരം നോക്കിയിട്ടാണ് ലാസ്റ്റ് ഒരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ ഈ ഒരു കണ്ണാടിയാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നോക്ക് ഗൈസ്, ഇത് നല്ല രസമില്ലേ? നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ 1-2 സെലക്ട് ചെയ്തായിരുന്നു. അതിൽ ഞാൻ വാങ്ങണം എന്ന് വെച്ചത് ഇതായിരുന്നു കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇത് വാങ്ങാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. മറ്റേ കണ്ണാട ഏഞ്ചലിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതാണ് കേട്ടോ വാങ്ങാൻ നിൽക്കുന്നത്. കുറേ നേരത്തെ പരിശ്രമത്തിൽ ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്തത്. പക്ഷേ നമ്മൾ ബില്ല് പേ ചെയ്യാറായപ്പോഴേക്കും അത് നമ്മൾ ഓൺലൈൻ മാത്രമേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അവരുടെ ഓൺലൈൻ സൈറ്റിൽ ഈ ഒരു കണ്ണാട ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്കത് വാങ്ങാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. ലാസ്റ്റ് ഒരു പീസേ ഉള്ളൂ ആ ഒരു കണ്ണട. അത് അവർക്ക് തിരിച്ചയക്കണം എന്നാണ് അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ആദ്യം അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങാൻ നേരത്ത് നോക്കുമ്പോഴാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഞാൻ പിന്നെ എനിക്ക് വേറെ എടുക്കണമല്ലോ, അതെന്തായാലും കിട്ടില്ല. അങ്ങനെ ഞാൻ ഈ ഒരു ബ്ലാക്ക് ഫ്രെയിമുള്ള ഒരു ഗ്ലാസ് എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. ഇതും കാറ്റായി തന്നെയാണ്. ഇത് നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ ഉള്ളൊരു ചേട്ടൻ, അതായത് സെയിൽസിൽ നിൽക്കുന്ന ഒരു ചേട്ടൻ തന്നെയാണ്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു അതിനത്ര സ്ട്രോങ് അല്ലായിരിക്കും, അത് പെട്ടെന്ന് ചിലപ്പം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു വൈറ്റ് ഇപ്പം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു വൈറ്റ് ഗ്ലാസ് ഉണ്ടോ, ഇതാണ് കുറച്ചും കൂടെ നല്ലത്, കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. പിന്നെ അത് ലൂസായാലും അവർ നമുക്ക് കൊണ്ടുവന്ന ടൈറ്റ് ചെയ്ത് തരും എന്നൊക്കെ പറഞ്ഞിട്ടോ. പക്ഷേ എനിക്ക് ആ ബ്ലാക്ക് തന്നെയായിരുന്നു ഭയങ്കര ഇഷ്ടമായത്. അത് വാങ്ങണം എന്നായിരുന്നു. ഈ എല്ലാ ഗ്ലാസ്സസിനും 2000 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ എനിക്ക് അത് വാങ്ങണം തന്നെയായിരുന്നു കേട്ടോ ആഗ്രഹം. പക്ഷേ എന്താ പറയുക, പെട്ടെന്ന് പൊട്ടിപ്പോയാലോ ആ ഒരു പേടിയും കൊണ്ട് എനിക്ക് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ ഞാനിങ്ങനെ നിൽക്കാം കേട്ടോ. അതും വെച്ച് നോക്കും, ഇതും വെച്ച് നോക്കും. എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ബ്ലാക്ക് തന്നെയാണ്. എന്നാലും അവർ പറയുന്നു ആ വൈറ്റാണ് നല്ലത്. ഇതാണ് കേട്ടോ ആ ഒരു വൈറ്റ്, ഇതാണ് ആ ബ്ലാക്ക്. അയ്യോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. സത്യമായിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് അപ്പോൾ വാങ്ങാൻ തോന്നിയത് ഇതായിരുന്നു. ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ അതാണ് വാങ്ങിയത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇതാണ് കേട്ടോ സെലക്ട് ചെയ്തത്. ഈ വൈറ്റിൻ്റെ മറ്റേത്
ഏഞ്ചലിൻ്റെ ഇത് അവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവൾ നേരത്തെ സെലക്ട് ചെയ്ത് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ണാടിയൊക്കെ വാങ്ങി അവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോന്നു. ബൈ ഗൈസ്.